ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് തന്തൂരി ചിക്കൻ. തന്തൂരി ചിക്കന് വേണ്ടിയുള്ള കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ ലെഗ് പീസ് ഓരോ പീസും എടുത്ത് ഇതേപോലെ നന്നായിട്ട് വരയുക. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് 3 കഷ്ണം ഇഞ്ചി, 1/2 കപ്പ് ഓയിൽ, 3 കുടം വെളുത്തുള്ളി, 1/2 കപ്പ് തൈര്, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി പൊടി, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി, 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 2 ടേബിൾ സ്പൂൺ വിനാഗിരി. ഇനി എല്ലാ മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല കട്ട തൈര് വേണം എടുക്കാൻ. ഇത് നേരത്തെ കാണിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതാണ്. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടി ചേർത്ത് പേസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് പുരട്ടുക. ചിക്കൻ്റെ വരഞ്ഞ ഭാഗങ്ങളിലൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ചിക്കനിൽ മസാല പുരട്ടി മൂടി ഫ്രിഡ്ജിൽ 6 മണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അല്ലെങ്കിൽ തലേന്ന് പുരട്ടി പിറ്റേന്ന് എടുത്താൽ മസാല ഒന്നുകൂടി നന്നായിട്ട് ചിക്കനിൽ പിടിക്കും. ഇനി ഗ്രില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. സോസ് പാൻ ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. ചൂടായ ഓയിലിലേക്ക് ചിക്കൻ ഇടുക. ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്. വെജിറ്റബിൾ ഓയിൽ വേണം ഉപയോഗിക്കാൻ. നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തത്. ഇനി ഒരു 5-6 മിനിറ്റ് ഫ്ലെയിം സിമ്മിലാക്കി ചിക്കൻ മൂടി വയ്ക്കുക. അതിനുശേഷം മൂടി തുറന്ന് ചിക്കൻ തിരിച്ചിടുക. ഇനി ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുക. ചിക്കൻ വെന്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ചാർക്കോൾ ഇതേപോലെ കനലാക്കി എടുക്കാം. ഇനി സോസ് പാനിൽ ചിക്കൻ്റെ ഒപ്പം ഒരു ചെറിയ പാത്രം വയ്ക്കുക. അതിലേക്ക് ചാർക്കോൾ എല്ലാം വെച്ച് കുറച്ച് ഓയിൽ കൂടി ചാർക്കോളിലേക്ക് ഒഴിച്ച് വേഗം തന്നെ ചിക്കൻ മൂടി വയ്ക്കുക. അങ്ങനെ അടിപൊളി തന്തൂരി ചിക്കൻ നമുക്കിനി വീട്ടിലുണ്ടാക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക് യു.